ഉദ്യോഗാർത്ഥികൾക്കും ഗെയിനോളജിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലെ ആനുകാലിക സംഭവങ്ങളാണ്. നമ്മൾ ഫെബ്രുവരി 22 വരെയുള്ളത് കണ്ടു കഴിഞ്ഞു. ഇന്ന് നോക്കുന്നത് 23 മുതൽ 25 വരെ നമ്മുടെ ലോകത്ത് നടന്ന ചില സുപ്രധാന സംഭവങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കറണ്ട് അഫയേഴ്സുകളിൽ നമ്മൾ ജനുവരി 1 മുതലുള്ളത് കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും 2024 നവംബർ 1 മുതലുള്ളത് നവംബർ ഡിസംബർ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കറണ്ട് അഫയേഴ്സുകളുടെ ഒരു പ്രത്യേകത, നമ്മൾ സിലബസിൽ ഊന്നിക്കൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇതിലൂടെ നൽകി വരുന്നത്. ഇവിടെ PSC പരീക്ഷയിൽ ഒരു സിലബസ് ഇറക്കിയിട്ടുണ്ട്. 10 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏതിനാണെങ്കിലും അതുമായി കണക്ട് ചെയ്ത് വരുന്നത്, അതായത് ആ സിലബസ് പ്രകാരം വരുന്ന കറണ്ട് അഫയേഴ്സുകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ലഭ്യമാക്കുക. നമ്മുടെ ലോകത്ത് ആയിരക്കണക്കിന് സംഭവങ്ങൾ ദിവസവും നടക്കുന്നു. നമുക്കതെല്ലാം ഒന്നും വേണ്ട. നമ്മുടെ പരീക്ഷയ്ക്ക് സിലബസുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് മിക്കവാറും PSC പരീക്ഷകളിലും ചോദിക്കാറുള്ളത്. നിങ്ങൾക്കറിയാം, 10 മാർക്ക് മുതൽ 20 മാർക്ക് വരെയാണ് പല പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എപ്പോഴും റാങ്ക് മിസ്റ്റേക്കിന് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നേടുന്ന ഓരോ മാർക്കും ആയിരിക്കും. കാരണം കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ഗെയിനോളജിയിലെ ഉദ്യോഗാർത്ഥികൾ 8 മാർക്ക് വരെയൊക്കെ കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് പോയിന്റുകൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ യൂട്യൂബ് വഴി നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആക്കിയതും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം അങ്ങനെ പ്രയോജനപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള കേരളത്തിലെ ഓരോ ഉദ്യോഗാർത്ഥികളും, ബാക്കി പാഠഭാഗങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ട്, ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്നവരും മറ്റു പല ആപ്പുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായിട്ട് പഠിക്കുന്നവരും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രത്യേകം ഇതിലൂടെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കാരണം കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിന്ന് തുടങ്ങാം. ഫെബ്രുവരി 23 മുതൽ 25 വരെയുള്ള 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ചെയ്യുന്ന ആദ്യത്തെ സ്ഥലമാണ് കൊല്ലം ജില്ല. കൊല്ലത്ത് തങ്കശ്ശേരിക്ക് സമീപമാണ് രാജ്യത്ത് തന്നെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കൊല്ലം തങ്കശ്ശേരിക്ക് സമീപമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു പോയിന്റ്, ഉപയോഗശൂന്യമായ മരുന്നുകൾ മണ്ണിലോ വെള്ളത്തിലോ വലിച്ചെറിയുന്നത് തടയാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആവിഷ്കരിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് NPROW, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഉപയോഗശൂന്യമായ മരുന്നുകൾ വെള്ളത്തിലോ മണ്ണിലോ വലിച്ചെറിയുന്നത് തടയാനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണേത്? NPROW, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ തലത്തിൽ ഇത്തരം ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? NPROW. എന്തിനു വേണ്ടിയിട്ടാ? ഉപയോഗശൂന്യമായ മരുന്നുകൾ മണ്ണിലോ വെള്ളത്തിലോ വലിച്ചെറിയുന്നത് തടയാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് NPROW. NPROW. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ തന്നെ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ആദ്യത്തെ ഒരു പദ്ധതിയാണ്. അതുപോലെ മറ്റൊന്നാണ്, ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ധർമ്മ ഗാർഡിയൻ. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. ഇതിന്റെ വേദി ജപ്പാനാണ്. അപ്പൊ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനികാഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. ഇതിന്റെ വേദി ജപ്പാനിലാണ് ഈ സൈനികാഭ്യാസം നടത്തുന്നത്. അതുപോലെ ഒരു പദ്ധതിയാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, PM കിസാൻ നിധി, അല്ലെ? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, PM കിസാൻ എന്നൊക്കെ പറയും. ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി 2019 ഫെബ്രുവരി 24 ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു PM കിസാൻ സമ്മാൻ നിധി. PM കിസാൻ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, PM കിസാൻ. ഇത് 6 വർഷം പിന്നിട്ടു. 2019 ഫെബ്രുവരി 24 ആരംഭിച്ചത്. ഇപ്പോൾ 6 വർഷം പൂർത്തിയാക്കി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഒരുപാട് പേര് അന്ന് ഇറങ്ങിയ സമയത്ത് ഓടുന്ന ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തൊരു സംഗതിയാണ്. അതായത് യോഗ്യരായ കർഷകർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വർഷത്തിൽ 6000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് 6000 രൂപ എന്നുള്ളത് മൂന്ന് ഈക്വൽ ഗഡുക്കളായിട്ട് കൊടുക്കുക. അതായത് 2000 രൂപ വീതമുള്ള ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അങ്ങനെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 6000 രൂപ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. അപ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ ഇതൊരു പ്രസ്താവനയായിട്ടൊക്കെ കയറി ചോദിക്കാവുന്നതാണ്. ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, 2019 ഫെബ്രുവരി 24 ഇത് ആരംഭിച്ചത്.
2025 ഫെബ്രുവരി 24 ആയപ്പോൾ 6 വർഷം പൂർത്തിയാക്കി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 6000 രൂപ 3 തുല്യ ഗഡുക്കളായി നൽകുന്നുണ്ട്. ഈ തുകകൾ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കുള്ള പദ്ധതിയാ? ഇടത്തര ചെറുകിട കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം ഏതെങ്കിലും പ്രസ്താവനയിൽ ചോദിച്ചാൽ നമുക്ക് 4 മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുപോലെ തദ്ദേശ ഇനം താറാവുകളുടെ പട്ടികയിൽ ദേശീയ അംഗീകാരം നേടിയ പുതിയ ഇനം താറാവുകളാണ് ത്രിപുരയുടെ ത്രിപുരേശ്വരി, അസാമിന്റെ പാട്ടി, ബീഹാറിലെ മൈഥിലി. അപ്പോൾ ത്രിപുരേശ്വരി, പാട്ടി, മൈഥിലി എന്നിങ്ങനെയുള്ള 3 താറാവുകൾക്ക് എന്ത് കിട്ടി? ദേശീയ അംഗീകാരം കിട്ടി. അപ്പോൾ തദ്ദേശ ഇനം താറാവുകളുടെ പട്ടികയിൽ ദേശീയ അംഗീകാരം നേടിയ പുതിയ ഇനം താറാവുകളാണ് ത്രിപുരേശ്വരി, പാട്ടി, മൈഥിലി. ത്രിപുരയുടെ ത്രിപുരേശ്വരി, അസാമിന്റെ പാട്ടി, ബീഹാറിന്റെ മൈഥിലി. അതുപോലെ ഫെബ്രുവരി 24 മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൽ റവന്യൂ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 24. കേരളത്തിലെ റവന്യൂ ഭരണത്തിന്റെ അടിസ്ഥാന രേഖയായി കരുതുന്നതാണ് 1886 ഫെബ്രുവരി 24 പുറത്തിറക്കിയ തിരുവിതാംകൂർ സെറ്റിൽമെന്റ് വിളംബരം. അപ്പോൾ 1886 ഫെബ്രുവരി 24 തിരുവിതാംകൂർ സെറ്റിൽമെന്റ് വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 24 കേരളത്തിൽ എന്തായിട്ട് ആചരിക്കുന്നത്? റവന്യൂ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് അവർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡും ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കോട്ടയവുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കാസർഗോഡും കുറവ് വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കോട്ടയത്തുമാണ്. അതുപോലെ നമുക്ക് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം, പൂർണിമ ദേവി ബർമൻ. നിങ്ങൾ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും പൂർണിമ ദേവി ബർമൻ. ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തിയാണ് പൂർണിമ ദേവി ബർമൻ. അവര് ഇത്തവണത്തെ ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തു. അപ്പോൾ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ പൂർണിമ ദേവി ബർമനെ ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തു. അപ്പോൾ ആസാമിൽ നിന്നുള്ള വ്യക്തിത്വമാണ് പൂർണിമ ദേവി ബർമൻ. അവര് ഒരു ഹർഗില എന്ന് പറയുന്നത് ഒരു തരം കൊക്കിന്റെ പേരാണ് ഹർഗില. ഹർഗില എന്ന പേരുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇവര് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അപ്പോൾ വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈം മാഗസിൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് പൂർണിമ ദേവി ബർമനാണ്. അപ്പോൾ ഏത് പക്ഷിയുടെ സംരക്ഷണം? ഹർഗില എന്ന് പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയുടെ സംരക്ഷണത്തിനുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ പൂർണിമ ദേവി ബർമൻ ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് ഈ പക്ഷിയുടെ സംരക്ഷണത്തിനായിട്ട് സ്ത്രീകളെയും സ്ത്രീകളെയും പിന്നെ സമൂഹത്തിലെ കുറെ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹർഗില സേന എന്ന പേരിലൊരു സംഘടനയൊക്കെ രൂപീകരിച്ചത്. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹർഗില സേന. അപ്പോൾ ഈ ഏത് പക്ഷിയുടെ സംരക്ഷണം? ഹർഗില എന്ന് പറയുന്ന ആ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയുടെ സംരക്ഷണമായിട്ടാണ് ആര് പ്രശസ്തിയാർജിച്ചത്? പൂർണിമ ദേവി ബർമൻ. ഇവർക്ക് 2022 UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് 2022 നേടിയത് ആരായിരുന്നു? പൂർണിമ ദേവി ബർമൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പൂർണിമ ദേവി ബർമൻ. അപ്പോൾ അവര് സംരക്ഷിച്ച പക്ഷി ഏതാണ്? ഹർഗില. അതിന് വേണ്ടിയിട്ട് ഹർഗില സേന എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ രൂപീകരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു പോയിന്റ് ആണ് വിത്തുകള്, വളങ്ങള്, കീടനാശിനികള് തുടങ്ങിയ കാർഷിക സാമഗ്രികൾ വാങ്ങുന്നതിന് കർഷകരെ സഹായിക്കുന്ന ഒരു ബാങ്കിംഗ് ഉൽപ്പന്നത്തിന്റെ പേരാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ വിത്തുകള്, വളങ്ങള്, കീടനാശിനികൾ ഇങ്ങനെയുള്ള കാർഷിക സാമഗ്രികളൊക്കെ വാങ്ങാനായിട്ട് കർഷകരെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഏത്? കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇത് ബാങ്കിംഗ് പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇതുവഴി പ്രതിവർഷം 7% പലിശ നിരക്കിൽ 3 വർഷം വരെ ഈ ഷോർട്ട് ലൈൻ കാർഷിക ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വായ്പകൾ സമയബന്ധിതമായിട്ട് തിരിച്ചടയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ 3% പലിശ ഇളവും ഇതിലൂടെയൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ
ഓർത്തിരിക്കേണ്ട കാര്യം വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികളൊക്കെ വാങ്ങുന്നതിനായിട്ട് കർഷകരെ സഹായിക്കുന്ന ഒരു കാർഡാണ് ഇത് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി പ്രതിവർഷം എത്ര ശതമാനം പലിശയ്ക്ക് ലോൺ കിട്ടുക? 7% പലിശ നിരക്കിൽ 3 വർഷം വരെയുള്ള ലോണുകളാണ്. 3 ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത യാത്ര വന്നിട്ടുണ്ടായിരുന്നു. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ കീഴിലാകെ 10 ലക്ഷം കോടിയിലധികം രൂപയുടെ വായ്പയൊക്കെ നൽകുമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു വാർത്തയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇത് കണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയ കാർഷിക സാമഗ്രികളൊക്കെ വാങ്ങുന്നതിന് കർഷകരെ സഹായിക്കുന്ന ഒരു ബാങ്കിങ് ഉൽപ്പന്നമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, അതുപോലെ US സുരക്ഷാ ഏജൻസിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, FBI. ഇപ്പോൾ US സുരക്ഷാ ഏജൻസിയായ FBI ഡയറക്ടറായി ചുമതലയേറ്റ ഇന്ത്യക്കാരനാണ് കാഷ് പട്ടേൽ. FBI തലപ്പത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ആര്? കാഷ് പട്ടേൽ. അപ്പോൾ US സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, FBI ഡയറക്ടറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേലാണ്. അതുപോലെ മറ്റൊരു പോയിന്റ്, 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി മസ്കറ്റ് ആണ്. 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് നടക്കുന്നത് എവിടെയാണ്? മസ്കറ്റിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ എഴുതി പഠിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കറണ്ട് അഫയേഴ്സുകൾ 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുമായിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പോലും കറണ്ട് അഫയേഴ്സിൽ മിസ്സാകാതിരിക്കും. അതുപോലെ യൂണിഫോം പോസ്റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ സംഘടിപ്പിക്കുന്ന യൂണിഫോം പോസ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ മാർച്ച് 17 മുതൽ ആരംഭിക്കുന്നുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറുടെ ആണെങ്കിൽ മാർച്ച് 17 മുതലും CPOയുടെ ആണെങ്കിൽ ഏപ്രിൽ 7 മുതലും നമ്മളുടെ മിഷൻ മുഖേന നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്ലാസ്സുകളാണെങ്കിൽ രാവിലെ 6 മണി മുതൽ 7 മണി 7:30 വരെയും CPOയുടെ ക്ലാസ്സുകളാണെങ്കിൽ ഏപ്രിൽ 7 മുതൽ രാത്രി 10 മുതൽ 11 മണി വരെ ആയിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുക. കാരണം കൂടുതലും ആൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് CPO ആയതുകൊണ്ട് അവർ ഒരുപാട് പേര് ഇതുപോലെ മെനക്കെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പലരും ഒരുപാട് ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലത്താണൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രാത്രി 10 മണി മുതൽ 11 മണി സമയവും അതുപോലെ രാവിലെ 6 തൊട്ട് 7 മണി സമയത്തും നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. തീർച്ചയായിട്ടും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തും. ഒരുപാട് പേർക്കൊന്നും അഡ്മിഷൻ ഇല്ല. മാക്സിമം 30 പേർക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗെയിം നോളജിന്റെ കോഴ്സുകളിൽ 20 മുതൽ 25 വരെയാണ് നമ്മുടെ ഒരു ബാച്ചിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത്രയും നമ്മൾ അഡ്മിഷൻ കൊടുക്കുള്ളൂ. കാരണം ലൈവ് ക്ലാസ് ആണ് നിങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ആൾ കൂടി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് 20-25 പേർക്കായിരിക്കും നമ്മൾ അഡ്മിഷൻ തരിക. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നമ്മൾ 30 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ തന്നിരിക്കുന്ന നമ്പറിൽ അറിയിക്കും. ഓക്കെ, അത് മാത്രമല്ല ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ മറ്റ് സബ്ജക്റ്റുകൾ പോലെയല്ല, ഇത് നിയമങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ചേരാൻ താല്പര്യം ചേരുക. 2 ക്ലാസ് ആകുമ്പോൾ അഡ്മിഷൻ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചേരുന്നവർ ഈ നമ്പറിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി തോന്നുന്നു. താങ്ക് യു.